എനിക്ക് ജാസ്മിൻ ഒന്നുമായിട്ട് പുറത്തിറങ്ങിയാലും യാതൊരു കണക്ഷനും വെക്കാൻ താല്പര്യമില്ല. ഏറ്റവും കൂടുതൽ മെന്റൽ ഹെൽത്തിനെ പറ്റിയിട്ട് അതിൽ സംസാരിക്കും. അഭിഷേക് ഭയങ്കര ക്രൂക്കഡാണ് ഒരു ബിഗ് ബോസ് അവലോകനം. ഇതൊരു ലൂപ്പാണെന്ന് ഞാൻ പറയും. ഒരു മനുഷ്യത്വം വരെ മാറിപ്പോകുന്നു വരെ ശ്രീതു എങ്ങനെ സർവൈവ് ചെയ്യുന്നു നമ്മൾ എല്ലാവരും വിചാരിക്കുന്നുണ്ട്. റസ്മിൻ പറഞ്ഞു, അതെ, ശ്രീരേഖ പറഞ്ഞു, ജാസ്മിന്റെ ആണെങ്കിലും ഗബ്രിയുടെ ആണെങ്കിലും അവരുടെ ഇടയിലുണ്ട്, ശ്രീതുവിന്റെ അർജുന്റെ ഇടയിലുണ്ട്. ചെയ്യുന്നത് ഇക്കിഗായി ടെക്നിക്സ് ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുള്ളത് വലിയൊരു എക്സാമ്പിൾ ആണ്. ജാസ്മിൻ ഗബ്രി എല്ലാവരും ചർച്ച ചെയ്യുന്ന വിഷയമാണ്. റിലേഷൻഷിപ്സിന് ഒരു വാല്യൂ ഇല്ലാതായി പോയതുപോലെ അർജുൻ ശ്രീതു കോംബോ അതെല്ലാവർക്കും ക്യൂട്ടാണ്. ജാസ്മിൻ എന്ത് പറയണമെന്നും എങ്ങനെ പറയണമെന്നും ജിൻഡോ തീരുമാനിക്കേണ്ട. വൈൽഡ് കാർഡ് വന്നതിന് ശേഷമാണ് കുറച്ചും കൂടെ ഒക്കെ ഒരു ട്രാക്കിലേക്ക് ആയത് എന്നൊരു ഇവിടെയും പാളിപ്പോയത് ഒരു പക്ഷെ സിബിന്റെ സ്ട്രാറ്റജീസ് ആയിരിക്കാം. റോക്കി ആ ഒരു ആങ്കർ അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഒരു കത്താർസിസ് മെത്തേഡാണ് അത്. ജിൻഡോ ചേട്ടാ, നമ്മൾ ജാസ്മിന് വേണ്ടിയിട്ടുള്ള PR വർക്കൊന്നും അല്ല. നമ്മുടെ ബിഗ് ബോസ് തന്നെ കുറെ മാർക്ക് ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും എത്രത്തോളം കണക്റ്റഡ് ആണ് എന്നുള്ളത്. ക്രിഞ്ച് കോംബോ, ശശി കോംബോ. ഷോക്കിംഗ് ആയ ഒരു എവിക്ഷൻ എനിക്ക് 2 പേരായിരുന്നു. സോ ബിഗ് ബോസ് ആണ് ഇപ്പൊ പലയിടത്തും ഉള്ള ചർച്ചാ വിഷയം അല്ലെ? നീ ബിഗ് ബോസ് കാണാറില്ലേ? അതെ. അപ്പൊ ഞങ്ങളും ഇവിടെ സ്ഥിരമായിട്ട് ചർച്ച ചെയ്യുന്ന ഓരോ എപ്പിസോഡ് കഴിയുമ്പോൾ അത് അങ്ങനെ ചെയ്ത് ശരിയായില്ല, ഇത് ഇങ്ങനെ ചെയ്ത് ശരിയായില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പം ബിഗ് ബോസിന്റെ ഒരു ചർച്ചാ വിഷയം ഇന്ന് നമ്മൾ തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഒരു മൈൻഡ് ഗെയിം ആണ് എന്നുള്ളതാണ്. അതില് എല്ലാ ആഴ്ചയും ലാലേട്ടൻ വന്നിട്ടും പറയുന്ന കാര്യം അതാണ്, ബിഗ് ബോസ് ഒരു മൈൻഡ് ഗെയിം ആണെന്നുള്ളത്. അപ്പൊ എങ്ങനെയാണ് ബിഗ് ബോസ് ഒരു മൈൻഡ് ഗെയിം ആകുന്നത്? പല ആളുകളും അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. അപ്പൊ പുറത്തുനിന്ന് ഒരുപാട് ആളുകൾ ഇതിനെപ്പറ്റി പറയുന്ന അഭിപ്രായവും അതിൻ്റെ ഉള്ളിൽ നിന്ന് ആളുകൾ വരുമ്പോൾ ഉള്ള ഒരു അഭിപ്രായവും നമ്മൾ നല്ല വ്യത്യാസമുണ്ട് അല്ലെ? സോ എങ്ങനെയാണ് ബിഗ് ബോസ് ഒരു മൈൻഡ് ഗെയിം ആകുന്നത് ആൻഡ് ബിഗ് ബോസിലെ ആളുകളുടെ മെന്റൽ ഹെൽത്തിനെ എങ്ങനെയാണ് മാറ്റർ ചെയ്യുന്നത് എന്നെല്ലാം നമുക്കൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഇനി ഒരു ആഴ്ചയും കൂടെ ഉള്ള ഫിനാലിയിലേക്ക് ആൻഡ് ഫൈനൽ 6 എത്തി നിൽക്കുകയാണ്. അപ്പോ ഇതിനെല്ലാത്തിനെയും പറ്റിയിട്ട് ഒരു അവലോകനമാകാം. സോ ഒരു ബിഗ് ബോസ് അവലോകനം. അപ്പൊ അതിനു വേണ്ടി വെൽക്കം ബാക്ക് ടു സൈഷ്. അപ്പൊ ഇത് ഒരു മൈൻഡ് ഗെയിം ആണെന്ന് നമ്മൾ എങ്ങനെയാ, ബിഗ് ബോസ് ഒരു മൈൻഡ് ഗെയിം ആണെന്ന് എങ്ങനെയാ പറയുന്നത്? ബേസിക്കലി അവിടെ നമുക്കറിയാം ആളുകളുടെ ഒരു സർവൈവൽ എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു സംഭവമാണ് അല്ലെ? അപ്പം ആദ്യത്തെ സീസൺ തൊട്ട് നമ്മൾ കാണാറുള്ള ഒരു കാര്യമാണ്. അതായത് ഇപ്പം സാബുമോന്റെ ഒരു പാറ്റേൺ ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ എവിടെ ആളുകൾക്ക് കൊടുക്കണം, എവിടെ ആളുകളെ ഈ ഒരു പാത്തിലൂടെ പോകണം, പുള്ളി ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. അപ്പം ആക്ച്വലി ആ ഒരു സർവൈവൽ അവിടെ ഓരോരുത്തരും എന്താ ശ്രമിക്കുന്നത്, അവരവരുടെ സർവൈവലിന് വേണ്ടിയിട്ടാണ്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ ഈ സർവൈവൽ മോഡ് ഇങ്ങനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒരാൾക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും, അതിനെങ്ങനെ ബാക്കിയുള്ളവരുടെ മൈൻഡിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, അവരുടെ മൈൻഡിനെ അതിനെങ്ങനെ അതിനു വേണ്ടി സ്ട്രോങ് ആക്കി വെക്കാൻ പറ്റും എന്നുള്ളതെല്ലാം ഇതിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. വാട്ട് ഡു യു തിങ്ക്? നീ ബിഗ് ബോസിൽ പോയാൽ എന്തായിരിക്കും ചെയ്യുക? അവിടെ ഞാനായിട്ട് നിൽക്കാനായിരിക്കുള്ളൂ നോക്കുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ വഴക്ക് വരുന്ന സീനായിക്കോട്ടെ, അവിടെ കൂടുതൽ വഴക്കുകൾ വരുന്നത് അവരുടെ ആ ഒരു ചൈൽഡ് ഈഗോനെ ഹേർട്ട് ചെയ്യുന്ന രീതിക്കൊക്കെയാണ് അവിടെ കൂടുതലും. ഇപ്പൊ ജാസ്മിന്റെ കേസ് ഒക്കെ എടുത്താല് ജാസ്മിനെ വെല്ലുവിളിക്കുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ ജാസ്മിന്റെ ആ ഒരു ചൈൽഡ് ഈഗോനെ ഹിറ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ വരുമ്പോഴാണ് കുറെ വഴക്കുകളൊക്കെ അവിടെ വരുന്നത്. എക്സാക്ട്ലി. അപ്പം ഈ ചൈൽഡ് ഈഗോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതായത് ഞങ്ങളൊരു ട്രാൻസാക്ഷൻ അനാലിസിസിന്റെ ക്ലാസ് എടുത്ത സമയത്ത് അവിടെ ഈ ട്രാൻസാക്ഷൻസ് പിള്ളേർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ എടുത്ത എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ ഒരു സെനാരിയോ ആയിരുന്നു. അപ്പം ചില ആളുകൾക്ക് ഇപ്പൊ ഓർമ്മയുണ്ടായിരിക്കും, രതീഷ് ഒക്കെ മൂപ്പരൊക്കെ വന്നതേ എന്തോ അടി ഉണ്ടാക്കുന്നതാണ് ബിഗ് ബോസ്. ഇപ്പൊ ജിൻഡോ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആദ്യത്തെ 2 വീക്ക് പുള്ളിക്ക് ഗെയിമിനെ പറ്റി ഒരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ മറ്റേ ആ റൈഡറിന്റെ പേരെന്തായിരുന്നു, കോമണർ ആയിട്ട് വന്ന നിഷാന. പുള്ളിക്കാരി പോകുന്നോടം വരെ പുള്ളിക്കാരി പറയുന്നത് എനിക്ക് ഗെയിം മനസ്സിലാവുന്നില്ല. അൻസിബ പറയുന്നുണ്ടായിരുന്നു ഗെയിം മനസ്സിലാവുന്നില്ല. നീ നേരത്തെ പറഞ്ഞ പോലെ ഞാനായിട്ട് നിക്കത്തേ ഉള്ളൂ, ഈ ഞാനായിട്ട് നിക്കത്തേ ഉള്ളൂ എന്ന് പറയുന്ന ആളുകൾക്കാണ് ഒരു പക്ഷേ ഈ ഗെയിം മനസ്സിലാവാത്തതെന്ന് തോന്നുന്നത്. ഇപ്പം വാട്ട് ഈസ് ദ ഗെയിം ഇൻ ഇറ്റ്? ഈ ജിൻഡോ പോലും ആദ്യത്തെ 2 ആഴ്ച പുള്ളിക്ക് ഒരു ധാരണയും ഇല്ല എന്ത് ചെയ്യണം. അപ്പൊ പുള്ളി വെച്ച് നോക്കി കുറെ ബഹളം ഉണ്ടാക്കാം. പുള്ളി ഇപ്പൊ വാദിക്കുന്നത് ഞാൻ ആ കേസ് എടുത്തിട്ടു, ഞാൻ എന്റെ ബുദ്ധി പ്രയോഗിച്ചു, അതിനുശേഷമാണ് ഞാൻ ഗെയിമിലേക്ക് വന്നത്. പിന്നെ പുള്ളി ഓരോ ദിവസം രാവിലെ ആരോട് അടി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചോണ്ടാ വരുന്നത്. അപ്പൊ വഴക്കുണ്ടാക്കുക, ബഹളം വെക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ സ്ട്രാറ്റജി എങ്കിൽ ശ്രീതു ഇപ്പം അതിന്റെ എക്സ്ട്രീം ഓപ്പോസിറ്റ് ഉള്ള ഒരാളാണ്. അതെ. ഈ ലാസ്റ്റ് വീക്ക് വരെ ശ്രീതു എങ്ങനെ സർവൈവ് ചെയ്യുന്നു നമ്മൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും. ശ്രീതു പറയും കത്തണതല്ല കത്തണ്ട. ശ്രീതു എങ്ങനെയായിരിക്കും നിന്ന് പോകുന്നത്? എങ്ങനെയായിരിക്കും ശ്രീതു നിന്ന് പോകുന്നത്?
പുള്ളിക്കാരിയുടെ വേ ഓഫ് അപ്രോച്ച് ഭയങ്കര ഡിഫറെന്റ് ആണ്. പ്രശ്നം വന്ന പുള്ളിക്കാരൊന്നുമില്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്ത് വിടാനായിരിക്കും ശ്രമിക്കുന്നത്. അതെ, എന്നാൽ ആൾക്ക് നേരെ വരുമ്പോൾ ആൾ അവിടെ നിന്ന് മാറി നിന്ന് വിഷമിക്കുന്ന സിറ്റുവേഷൻസും കാണാറുണ്ട്. അതെ, ഈ പറഞ്ഞതുപോലെ ഗെയിം മനസ്സിലാക്കി പിന്നീട് കുറെ വൈൽഡ് കാർഡ് എൻട്രീസ് വന്നു. അതെ, അപ്പൊ അവർക്ക് എന്ത് സംഭവിച്ചു? അവരും പുറത്തുനിന്ന് ചെന്നിട്ട് ഇപ്പം എല്ലാരും പറയില്ല ഗാലറിയിൽ ഇരുന്ന് കളി പറയാൻ രസമാണെന്നുള്ളത്, പക്ഷെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ അഗെയിൻ അവരും ഇതൊരു ലൂപ്പാണെന്ന് ഞാൻ പറയും. അല്ല, ഒന്നുമില്ലല്ലോ, എന്റർടൈൻമെന്റിന് വേണ്ടി ഒന്നുമില്ല. എല്ലാവരും അവിടെ ഒരു ഗെയിമർ എന്നുള്ളൊരു സ്ട്രാറ്റജി വെച്ചിട്ടാണ് വന്നേക്കുന്നത്. എല്ലാവരും നോക്കിക്കാണുന്നത് ആ ഒരു രീതിക്കാണ്. അതെ, എനിക്ക് കുറെയൊക്കെ ഇവരുടെ ഒരു മനുഷ്യത്വം വരെ മാറിപ്പോകുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് അവര് റിയൽ ലൈഫിൽ ഒരു പക്ഷേ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ചെയ്യുക. ഈ ഒരു സീസണിലാണ് ഐ തിങ്ക് ഏറ്റവും കൂടുതൽ മെന്റൽ ഹെൽത്തിനെ പറ്റിയിട്ട് അതില് സംസാരിക്കുന്നതായിട്ട് കണ്ടത്. റസ്മിൻ പറഞ്ഞു, അതെ, ശ്രീരേഖ പറഞ്ഞു, ഒരുപാട് പേര് പറഞ്ഞു. ലൈക്ക് എല്ലാവരും ഒരു ലിസണറാണ്. അവിടെ ഒരു കേൾക്കാൻ ആളില്ല. പുറത്തായിരുന്നു നമുക്കിപ്പോ പല രീതിക്കും അത് വെന്റ് ഔട്ട് ചെയ്യാം. ഇപ്പൊ ചിലര് പ്രിഫർ ചെയ്യാൻ ഫുഡ് കഴിക്കാൻ പോവാ, പുറത്തോ ഔട്ടിങ്, അതൊക്കെ ആയിരിക്കും. പക്ഷെ ഇവര് ഈ ഒരു ഇതിലേക്ക് വന്നപ്പോ അവര് കംപ്ലീറ്റ്ലി ഒരു ലോക്ക്ഡ് ഫീൽ ആയി പോയി, ഉള്ളിലുള്ളവര് മാത്രം. പക്ഷെ അവര് തമ്മിലാണെങ്കിലും ഒരു പ്രോപ്പർ കണക്ഷൻ ഇല്ല. പിന്നെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് മെന്റൽ ഇഷ്യൂസ് ക്യാമറയുടെ മുന്നിൽ വെച്ച് പറഞ്ഞ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. അതെ അതെ, ഈ ക്യാമറയുടെ മുന്നിൽ നിന്ന് വന്ന് സംസാരിക്കുന്ന ആൾക്കാരെ നമ്മൾ പണ്ടത്തെ സീസൺ കണ്ടു. ക്യാമറയ്ക്ക് പേര് കേട്ടിട്ട് ലക്ഷ്മിപ്രിയ ആയിരുന്നോ അല്ലെ, എന്തോ വലിയണ്ണൻ എന്നൊക്കെ പറഞ്ഞ, പിന്നെ ക്യാമറയ്ക്കൊക്കെ പേര് കേട്ട് സംസാരിക്കും. അല്ല, അർച്ചന ആദ്യത്തെ സീസണിൽ ഉണ്ടായിരുന്ന അർച്ചന സുശീൽ, പുള്ളിക്കാരി ക്യാമറയ്ക്ക് പേരൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെയായിരുന്നു. പോകാൻ നേരത്തെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത ക്യാമറയാണ്. ഇപ്പൊ നോറയ്ക്കും പോകാൻ നേരത്തെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് ക്യാമറ. അതെ, അപ്പം ഇവിടെയൊക്കെ എന്താ പറയുക, ഓരോ എന്തുകൊണ്ട് അഗെയിൻ കമ്മിങ് ബാക്ക് ടു വൈ ദിസ് ഇസ് എ മൈൻഡ് ഗെയിം, ലൈക്ക് ഓരോരുത്തരും അവിടെ അവരുടെ സർവൈവലിന് വേണ്ടി ഓരോരോ മോഡ് കണ്ടുപിടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ബിക്കോസ് എന്നാൽ മാത്രം ജസ്റ്റ് ഇമാജിൻ, നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഫുഡ് കഴിക്കാൻ പോവാം, ഒന്നും വേണ്ട, നമ്മൾ കുറെ നേരം ഫോണിലിരുന്ന് സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോ അങ്ങനെ കുറെ സമയങ്ങളെ ഫോണില്ല, പുറത്തുനിന്ന് ആൾക്കാരായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. അപ്പോൾ അതിന്റെ ഉള്ളിൽ തന്നെ ഏതെങ്കിലും രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക എന്നുള്ളതേ ഉള്ളൂ. അഗെയിൻ ഇപ്പൊ നീ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ, ഈ ശ്രീരേഖ ആണെങ്കിലും രശ്മിൻ ആണെങ്കിലും ഒക്കെ പറഞ്ഞ കാര്യമുണ്ട്. ഇവരൊക്കെ ഈ പറഞ്ഞ പോലെ നല്ല ലിസണേഴ്സ് ആയിരുന്നു. ശ്രീരേഖന്റെ ഒരു ഇത് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ രശ്മിൻ എനിക്ക് തോന്നുന്നു അവിടെ ഉണ്ടായിരുന്ന കുറെ ആളുകളുടെ ഒരു കോമൺ ഫ്രണ്ട് ആയിരുന്നു ഇനീഷ്യലി തൊട്ടല്ലേ. ഇപ്പൊ ജാസ്മിന്റെ ആണെങ്കിലും ഗബ്രിയുടെ ആണെങ്കിലും അവരുടെ ഇടയിലുണ്ട്, ശ്രീധുവിന്റെ അർജുന്റെ ഇടയിലുണ്ട്. ഇതല്ലാതെ ഇവർക്ക് ഇൻഡിപെൻഡന്റ്ലി ഉണ്ടായിരുന്ന ഒരാളാണ്. ഇടയ്ക്ക് പിന്നെ നോറയ്ക്ക് ഇൻഡിപെൻഡന്റ്ലി ഉള്ള ഒരാളായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ ഒരു സെന്റർ ഓഫ് എന്താ പറയുക, ഒരു പ്രോബ്ലം സോൾവർ ആയിരുന്നു പലപ്പോഴും റസ്മിൻ തോന്നുന്നുണ്ട്. ജാസ്മിനൊക്കെ ചെന്ന് റസ്മിനോട് ഇങ്ങനെ കഥ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഞാൻ തന്നെ ആലോചിച്ചു കൊച്ചെന്തിന് ഇത്രയും കേട്ടോണ്ടിരിക്കുന്നത് എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം ഡെഫിനറ്റ്ലി അതൊക്കെ ഒരു നീഡാണ്, അവർക്ക് കേൾക്കാൻ ഒരാളില്ലായിരുന്നു എന്നുള്ളത്. അപ്പം അതിനെയൊക്കെ ചൊല്ലി നമ്മളും വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ. ലിസണിങ് എന്ന് പറയുന്നത് പലർക്കും അതെ ലിസണിങ് പറ്റുമായിരിക്കാം, പക്ഷെ അവർക്കപ്പം വെന്റ് ഔട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അതുപോലെ തന്നെ ഈ മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ഇപ്പൊ സിബിൻ പറഞ്ഞു പോയതാണെങ്കിലും ജാസ്മിൻ എത്രയോ വട്ടം അവിടെ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. ഗബ്രി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ പ്രശ്നം ഒന്നും പറയാത്ത ഒരാള് സിജോ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. ആൾക്ക് അതിലും വലിയ ഫിസിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. ശ്രീതും അങ്ങനെ ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. അർജുന്റെ അങ്ങനെ ടെലികാസ്റ്റ് ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. പക്ഷെ ആൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു കോപ്പിംഗ് മെക്കാനിസം ഉണ്ട് തോന്നുന്നു. ഇപ്പം അർജുൻ വന്നപ്പോ തന്നെ പറഞ്ഞിരുന്നു ആള് ഫോളോ ചെയ്യുന്നത് ഇക്കിഗായി ടെക്നിക്സ് ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുള്ളത്. അപ്പം അത് കാരണം തന്നെ പുള്ളിക്ക് പല കാര്യങ്ങളും അതിനെ എങ്ങനെ നേരിടണം, അതിനെങ്ങനെ അതിന്റെ ടാക്ട്ഫുള്ളി അതെന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയൊരു ധാരണയുണ്ടെന്ന് തോന്നുന്നു. ജിൻഡോ പലപ്പോഴും ഡൗൺ ആവും നമ്മൾ കണ്ടിട്ടുണ്ട്, ജാൻമോണി ഡൗൺ ആവുന്ന കണ്ടിട്ടുണ്ട്. നോറ വലിയൊരു എക്സാമ്പിൾ ആണ്. നോറനെ മോൺസ്റ്റർ എന്നൊക്കെ വിളിക്കുമ്പോൾ പുള്ളിക്കാരും ഒറ്റയ്ക്ക് അത് നിന്ന് ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഇത്രയും നാളും ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തു എന്ന് പറഞ്ഞ ഒരു അതെ അതെ അത് വലിയ കാര്യം തന്നെയാണ് ഈ പറഞ്ഞത്. റസ്മിൻ പോയതിനു ശേഷം കംപ്ലീറ്റ്ലി നോറ ഒറ്റയ്ക്കായി പോയത്. അത്രയും ഒരു എന്താ പറയാ കംഫർട്ടബിൾ അല്ലാത്തൊരു സിറ്റുവേഷനിൽ അത്രയും പിടിച്ചിരിക്കാന്ന് പറയുന്ന ഒരു നിസ്സാര കാര്യമല്ല എന്തായാലും. അപ്പം ഈ ഒരു സീസണിൽ ഐ തിങ്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ലാക്ക് ചെയ്യുന്നതായിട്ട് തോന്നിയത് എന്താണെന്നാണ് നമുക്ക് തോന്നുന്നത്? മുന്നത്തെ സീസണൊക്കെ കണ്ടപ്പോ അവിടെയൊക്കെ ഒരു ഗെയിമാണ് എല്ലാം ഓക്കെ, ബട്ട് അവിടെ അറ്റ് ദ എൻഡ് ഒരു യൂണിറ്റി ഉണ്ടായിരുന്നു. അത് കുറച്ച് കഴിയുമ്പോ തന്നെ അവര് തമ്മിൽ ഒരു കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യാം. പക്ഷെ ഈ സീസണില് ഇപ്പോ എനിക്ക് തോന്നുന്നത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ലാലേട്ട വന്നിട്ട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ആ ഒരു എന്താ പറയാ ഒരു സിങ്ക് അവിടെ വരുന്നില്ല. അതെനിക്ക് ഒരു ഇഷ്യൂ. നമ്മൾ ഇത്രനാൾ ഒരാൾ കൂടെ നിൽക്കുമ്പോൾ അഫ്കോഴ്സ് ആ ഒരു സിങ്ക് വരേണ്ടതല്ലേ. അവരെപ്പോഴും ആ ഒരു 100 days മൊത്തം ഒരു ഗെയിമർ എന്നുള്ള സാധനത്തിന് മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരു
ഇൻഡിവിജ്വൽ ആയിട്ട് മാത്രം നിൽക്കുന്ന ഒരു ആൾക്കാരായിട്ട് തോന്നി. ലൈക്ക് ഗെയിമർ മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അതിന് പുറത്തുള്ള ഒരു ഹ്യൂമാനിറ്റി ഒന്നും അവര് മറന്നേ പോയൊരു ഫീലാണ്. അതെ. ഇപ്പൊ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടാസ്ക് ആയിരുന്നു മിറർ ടാസ്ക്. അവരോട് തന്നെ പോയി സംസാരിക്കുന്നവര്. അതിൽ ജാസ്മിൻ പറഞ്ഞ സാണ്ട് ഈ കൊച്ചിനെ എനിക്ക് അറിയത്തില്ല, പഴയ ചിരിയും കളിയൊക്കെ പോയി. അത് ജാസ്മിൻ ഉണ്ടായിരിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഭയങ്കരമാണ്. നല്ല ഗ്രാഫ് ചേഞ്ച് ഉള്ള ഒരു വ്യക്തിയാണ് ജാസ്മിൻ. അപ്പം പുള്ളിക്കാരി അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഞാൻ പുറത്താണെങ്കിൽ എന്റെ കാര്യങ്ങൾ പറയാൻ ഞാൻ എപ്പോഴും ഒരാളായിട്ട് ഡിപ്പെൻഡഡ് ആണ്, അല്ലെങ്കിൽ പുറത്ത് പോയി ഒരാളോട് സംസാരിക്കും. പക്ഷെ ഇവിടെ വന്നപ്പോ അതൊക്കെ മാറി എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ ആരെങ്കിക്കോ ഉണ്ടായിരുന്നു, ബട്ട് എന്തായപ്പോ ആള് ഒറ്റയ്ക്ക് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ആകെ ടാർഗറ്റ് ചെയ്യുന്ന കുറെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അതെ. അപ്പൊ കഴിഞ്ഞ സീസണിലാണെങ്കിലും ഈ പറയുന്ന പോലെ എനിക്ക് തോന്നിയിരുന്ന ഒരു കാര്യമാണ്, ഇനീഷ്യലി ഒക്കെ ഈ ജുനൈസും അവരൊക്കെ ഭയങ്കര ഇമേജ് കോൺഷ്യസ് ആയിരുന്നു. പുറത്തെന്തായിരിക്കും പറയാ. ബിക്കോസ് ഇവരൊക്കെ അതിന്റെ മുന്നത്തെ സീസൺ കണ്ടപ്പോൾ ഈ റോബിനും അവരൊക്കെ ഉണ്ടാക്കിയ ഓളോ ഒക്കെ കണ്ടിട്ട് അവർ ആ ഒരു കോൺഷ്യസ് ആയിരുന്നു, പുറത്തുള്ളവരെന്തായിരിക്കും പറയാ എന്നുള്ളത്. അപ്പൊ ഈ സീസണിൽ എത്തിയപ്പോഴത്തേക്ക് ഇവരാരും അത് പറയുന്നില്ല എക്സ്പ്ലിസിറ്റ്ലി. പക്ഷെ ഓരോ വൈൽഡ് കാർഡ് വരുമ്പോഴാണെങ്കിലും ഓരോരുത്തർ പുറത്തു പോയിട്ട് വരുമ്പോൾ ജാസ്മിനൊക്കെ ഞാൻ കളിക്കുന്നുണ്ടോ, ഞാൻ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ത്വര. അപ്പം അതും ഈ പറഞ്ഞാൽ പുറത്തെന്ത് നടക്കുന്നു, പുറത്ത് ഡെഫിനറ്റ്ലി ഉണ്ടാകും. അത് അവരുടെ ഒരു ഇമേജ് എന്ന് പറയുന്നത്. ബിക്കോസ് ഇവരൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് ആണ്, നാളെ സൊസൈറ്റിയിലേക്ക് വീണ്ടും ഇറങ്ങേണ്ടവരാണ്. നമ്മുടെ സീക്രട്ട് ഏജന്റ് ഒക്കെ വന്നിട്ട് ഈ പറഞ്ഞതുപോലെ സായി കൃഷ്ണയായതും കണ്ണനായതും എല്ലാം ആ ഒരു ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ നമ്മൾ കാണുന്നതായിരുന്നു. ഈ അഗെയിൻ പറഞ്ഞതുപോലെ തന്നെ, അതായത് കഴിഞ്ഞ സീസൺ വരെ ഒരു എവിടെയെങ്കിലും ആരെങ്കിലും ഒക്കെ തമ്മിൽ കണക്റ്റഡ് ആയിരുന്നു. കുറെ ഫ്രണ്ട്ഷിപ്സ് ഉണ്ടായിരുന്നു, കുറെ ബ്രദർഹുഡ് ഉണ്ടായിരുന്നു, സിസ്റ്റർഹുഡ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ഓഫ് കണക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ ശ്രീനീഷ് പേർലി ആ ഒരു സാധനം കഴിഞ്ഞപ്പോ തൊട്ട് ആൾക്കാരെ മെയിൻറ്റെയിൻ ചെയ്യാം. അതെ, എല്ലാവരും ലവ് കോംബോ ആണ്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ലവ് ട്രയാങ്കിൾ, ഇങ്ങനത്തെ കുറെ പേരുകളൊക്കെ ഇട്ട് വിളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഐ തിങ്ക് റിലേഷൻഷിപ്സിന് ഒരു വാല്യൂ ഇല്ലാതായി പോയതുപോലെ ഈ ഒരു സീസണിൽ എനിക്ക് തോന്നിയിരുന്നു. എസ്പെഷ്യലി ഇപ്പൊ ജാസ്മിൻ ഗബ്രി എല്ലാവരും ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ഗബ്രി പറയുന്നു ഗബ്രി പുറത്തൊരാളോട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവിടെയും പെരുമാറുന്നുള്ളൂ എന്നുള്ളത്. ഇപ്പൊ ജാസ്മിന് പുറത്തൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, പിന്നെ ഇവിടെ വന്നിട്ട് എന്തിനാ ചെയ്യുന്നു എന്നൊക്കെയുള്ള കുറെ സാധനങ്ങൾ നടക്കുന്നുണ്ട്. അതെ, പേഴ്സണൽ വാട്ട് എവർ ഇറ്റ് ഇസ്, അവരതിന്റെ ഉള്ളില് അവർക്ക് സർവൈവ് ചെയ്യാനായിട്ടുള്ള ഒരു മോഡ് കണ്ടുപിടിച്ചു. അത് റൈറ്റ് ആയോ റോങ് ആയോ ജനവിധി ഈസ് ഡിഫറെന്റ്. പക്ഷെ ഓരോരുത്തർക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ഊർജം എന്ന് പറയുന്ന ഒരു സാധനം അല്ലെ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ലാസ്റ്റ് ആയപ്പോഴേക്കാണ് വേറെ എന്താണ് നമ്മുടെ വലിയേട്ടനും കൊച്ചനിയത്തിയും കോമ്പോയൊക്കെ വരുന്നതൊക്കെ ഇപ്പോഴാണ്. 10-25 പേര് വന്നിട്ട് പിന്നീട് അതിന്റെ ഇടയ്ക്ക് ഒരു 6 പേര് വന്നിട്ട് അത്രയും ആളുകൾ ആ വീട്ടിൽ ഉണ്ടായിരുന്നിട്ടും ഒരു കോമ്പോസ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് റിലേഷൻഷിപ്സ് ഉണ്ടാകുന്നത് ഇപ്പോഴാണ്. അപ്പൊ ആദ്യം എല്ലാവർക്കും ഫോക്കസ് ചെയ്യാൻ മറ്റവര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. ഈവൻ അർജുൻ ശ്രീതു കോമ്പോ അതെല്ലാവർക്കും ക്യൂട്ടാണ്, ഇതെല്ലാവർക്കും ഭയങ്കര പ്രശ്നമാണ്. സോ ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അഗെയിൻ നമ്മൾ വീണ്ടും കമ്മിങ് ബാക്ക് ടു മെന്റൽ ഹെൽത്ത്. കുറെ സാധനങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ ബിഗ് ബോസിനെ പറ്റി ഇങ്ങനെ വാദോരാ നമ്മൾ പറഞ്ഞു പോകും. ബിക്കോസ് എല്ലാ ദിവസവും ഞങ്ങൾ ചർച്ച ചെയ്തൊക്കെ തന്നെയാണ്. അപ്പോ കമ്മിങ് ബാക്ക് ടു മെന്റൽ ഹെൽത്ത്, ഈ ട്രാൻസാക്ഷൻ അനാലിസിസിനെ പറ്റി നമുക്ക് ചെറുതായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാം അല്ലെ. അപ്പൊ എന്താണ് ട്രാൻസാക്ഷൻ അനാലിസിസ് എന്നൊന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴുള്ള അവരുടെ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ബിഹേവിയർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്ന ഒരു തെറപ്പിയാണ് ഈ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. എക്സാക്ട്ലി. അപ്പൊ നമുക്ക് ഇതില് ഈ ട്രാൻസാക്ഷണൽ അനാലിസിസ് പ്രകാരം നമുക്ക് 3 ഈഗോ സ്റ്റേറ്റ്സ് ആണ് ഉള്ളത്. ഇതൊക്കെയാണ് ചൈൽഡ്, അഡൾട്ട് ആൻഡ് പാരന്റ്. യെസ്. അപ്പം എപ്പോഴും നമ്മളിപ്പോ ഒരു സ്ട്രെയിറ്റ് കമ്മ്യൂണിക്കേഷൻ, അതായത് വലിയ ക്വാറലിംഗ് ഒന്നും ഇല്ലാണ്ട് പോകുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു എക്സാമ്പിൾ നമുക്ക് ബിഗ് ബോസിലെ ഒരു സെനാരിയോ തന്നെ എടുക്കാം. കഴിഞ്ഞ ദിവസം വളരെ കുറച്ച് പേര് ആൾക്കാർ മാത്രം ഇരുന്ന ഒരു സമയത്ത് എവിടെയോ കട്ടിലോ ബീൻബാഗിലോ എവിടെ ഇരുന്നിട്ട് ജാസ്മിൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാ അവനെ മിസ് ചെയ്യുന്നേ എന്നിങ്ങനെ പറഞ്ഞു. അതെ. അപ്പൊ ജിൻഡോ അതിനെ ഏറ്റുപിടിച്ചു. ഇപ്പൊ മര്യാദയ്ക്ക് പൊക്കോണ്ടിരിക്കുക, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും ഇതാക്കണ്ടെന്നുള്ളത്. അപ്പൊ ഉടനെ ജാസ്മിൻ എന്ത് പറയണമെന്നും എങ്ങനെ പറയണമെന്നും ജിൻഡോ തീരുമാനിക്കണ്ട, അത് ജാസ്മിൻ അറിയാം. പിന്നെ അവിടെ ബഹളം അല്ലെ. സോ ഇത് ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ജാസ്മിൻ അവിടെ ഇരുന്ന് ഒരു ചൈൽഡ് ഈഗോ സ്റ്റേറ്റിലായിരിക്കാം പറഞ്ഞത്, എനിക്കിപ്പം ഇന്ന ഒരാളെ മിസ് ചെയ്യുന്നു എന്നുള്ളത്. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ പാരന്റ് ഉണരുകയാണ് എങ്കിൽ, അപ്പൊ അവിടെ 2 പാരന്റ് ഉണ്ട്, ക്രിട്ടിക്കൽ പാരന്റും ഉണ്ട്, നാച്ചറിങ് പാരന്റും ഉണ്ട്. ഈ പാരന്റ് ഉണർന്നതാണ് ആക്ച്വലി എന്ത്, നീ ഇത് പറയണ്ട, ഇപ്പൊ ഇത് വെറുതെ എടുത്തിടേണ്ട ആവശ്യമില്ല. പുള്ളി പറയുമ്പോൾ നിന്റെ നല്ലതിന് വേണ്ടി എന്നുള്ളതാണ് പുള്ളി ഉദ്ദേശിച്ചത്.
അപ്പൊ ജിൻഡോ അവിടെ പാരന്റ് ഈഗോ ഉണർന്നിട്ട് അതിപ്പോ എടുത്ത് പറയണ്ടെന്ന് പറയുമ്പോൾ ജാസ്മിന്റെ ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് തന്നെ അവിടെ ഉണർന്നിരുന്നെങ്കിൽ ആ ശരിയാണ് ജിൻഡോ കാക്ക പറഞ്ഞത് എന്നുള്ള രീതിയിൽ അത് എടുത്തേനെ. പക്ഷെ നേരെ മറിച്ച് ഇത് അതിന് പകരം എന്ത് സംഭവിച്ചു? അവളുടെ പാരന്റ് ഈഗോ ആണ് ഹേർട്ടായത്. അപ്പൊ എന്നെ പറയാൻ നീ ആരാ, അല്ലെങ്കിൽ എന്റെ അടുത്ത് ഇത് ഉപദേശിക്കാൻ നീ ആരാ, എനിക്ക് അറിഞ്ഞൂടെ എന്റെ ശരി എന്താണെന്ന് എന്നുള്ള രീതിയിലേക്ക് പോയപ്പോഴത്തേക്കും അഗൈൻ അവിടെ ക്വാരൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇങ്ങനെയാണ് ഈ പല സിറ്റുവേഷൻസ്. അപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ എടുത്ത് നോക്കിയാൽ മതി എങ്ങനെയാണ് ഒരു അടി പൊട്ടുന്നത് എന്നുള്ളത്. അപ്പൊ പല 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 വഴക്കുകളും, ഇപ്പം പണ്ട് ഗബ്രിയും അപ്സരയും ഒക്കെ തമ്മിലൊരു അടി ഉണ്ടായത് ഓർമ്മയുണ്ട്, ഐസ്ക്രീമിന്റെ കേസിന് പറഞ്ഞിട്ട് എടുക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ മറ്റേ ഇത് ഈഗോ ഹേർട്ടായിട്ട് അവർ വീണു. അപ്പൊ നമ്മൾ ഈഗോ ഹേർട്ടാവുന്ന പറഞ്ഞാൽ ആക്ച്വലി ഇൻ ട്രാൻസാക്ഷൻ അനാലിസിസ് ടേം അല്ലെങ്കിൽ ടി എന്ന് നമ്മൾ ചുരുക്കി പറയും, ഇങ്ങനെയാണ് അവിടെ ഈ ഒരു എങ്ങനെയാണ് ഈ ഒരു കോംപ്ലിമെന്റ് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ കോൺട്രഡിക്ട് ചെയ്തിട്ടാണോ എന്നനുസരിച്ചിട്ട് ആ ഒരു ട്രാൻസാക്ഷൻ നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകുമോ. ഏതോ ഒരു എപ്പിസോഡില് അഭിഷേകും ജാസ്മിനും തമ്മിലാണോ ഹെൽത്തി കോൺവെർസേഷൻ ആയിരുന്നു എന്ന് അഭിഷേക് പറഞ്ഞു എന്നൊക്കെ പിന്നീട് ലാലേട്ടന്റെ എപ്പിസോഡിൽ പറയുന്നുണ്ടായിരുന്നു. അഭിഷേകും. അതെ, അപ്പൊ അതെന്തുകൊണ്ടാണ് അവൻ പറഞ്ഞത് ഇവൾ അതേ തിരിച്ച് ഏത് ഈഗോ സ്റ്റേറ്റിലേക്കാണോ കൊടുത്തത് അതിൽ നിന്നും റിസീവ് ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ്. അപ്പൊ പലപ്പോഴും അവിടെ ആളുകൾക്ക് ഇല്ലാത്ത ഒരു കൺട്രോള് അതാണ് അല്ലെ. അപ്പൊ ആ ഒരു കൺട്രോളിൽ നിൽക്കാനായിട്ട്, അതും ഇനി മനഃപൂർവ്വം മറ്റേ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണോ നമുക്ക് അറിയില്ല. ബിക്കോസ് ക്യാമറ ഉള്ള സ്ഥലങ്ങളിൽ തന്നെ പോയി നിന്നിട്ട് അടി ഉണ്ടാക്കുന്നൊക്കെ കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അവര് പുറത്തിറങ്ങിയാലും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഐ ഡോണ്ട് തിങ്ക് ബിഗ് ബോസ് ഇസ് ഓൾ അബൌട്ട് മേക്കിംഗ് ഈ പറയുന്ന അടി ഉണ്ടാക്കുക, ബഹളം ഉണ്ടാക്കുക, അതൊന്നും ആയിരിക്കില്ല അവരുടെ ഇതും. പക്ഷെ എവിടെയൊക്കെ ഈ ക്യാമറ അതൊക്കെ തന്നെയാണ് പിടിക്കുന്നുള്ളൂ എന്ന് തോന്നുന്നില്ലേ? അല്ല, ഇതിപ്പോ അങ്ങനെ അടി ഉണ്ടാക്കാനായിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ ബ്ലസ്ലി അതെ അത്രയും സ്റ്റേജ് എന്തായാലും പോകത്തില്ല. അതെ അതെ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് എടുത്ത് കാണിക്കാനുണ്ട്. അതെ, അടി മാത്രമല്ല അവിടുത്തെ ഒരു കണ്ടന്റ്. അതെ അതെ. ഇപ്പൊ കഴിഞ്ഞ സീസണില് എന്താ ഇപ്പൊ സെറീനയൊക്കെ ആണെങ്കിലും ഫൈനൽ വരെ എത്തിയ ആളാണ്. അതേപോലെ ഇപ്പൊ ഈ സീസണിൽ പറയുകയാണെങ്കിൽ ശ്രീതുവും അർജുനും. അർജുൻ അങ്ങനെ അനാവശ്യമായിട്ട് എവിടെയും ഒരു ക്വാറൽ പൊട്ടിക്കുന്നത് നമ്മൾ കാണാറില്ല. കാണാറില്ല ലൈവ് അങ്ങനെ ഫുൾ ടൈം ഞാൻ ഈ സീസണിൽ നിന്ന് കാണാറില്ല കേട്ടോ. ഈ സീസൺ തുടക്കം തൊട്ടേ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ആളുകള് വേറെ എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് വന്ന് അതിന്റെ ഉള്ളിൽ വന്ന് എക്സിക്യൂട്ട് ചെയ്യുന്നു. അതെ, അപ്പൊ മൊത്തത്തിൽ പിന്നെ കയ്യിൽ നിന്ന് പോയൊരവസ്ഥയായിരുന്നു എന്ന് തോന്നുന്നു. ഐ തിങ്ക് വൈൽഡ് കാർഡ് വന്നതിന് ശേഷമാണ് കുറച്ചും കൂടെ ഒക്കെ ഒരു ട്രാക്കിലേക്ക് ആയത് എന്നൊരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. അവിടെയും പാളിപ്പോയത് ഒരു പക്ഷേ സിബിന്റെ സ്ട്രാറ്റജീസ് ആയിരിക്കാം. ബട്ട് സിബിൻ അഗൈൻ ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ എന്ന് പറയുന്നത് അത്ര മോശം കാര്യമാണോ? പുള്ളി ഇപ്പൊ പല ഇന്റർവ്യൂസിനും വന്നിരുന്നിട്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും ആലോചിക്കണ്ടേ, അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ തന്നെ, ഉണ്ടോ ഇല്ലയോ ഒരു സെക്കൻഡറി ഉണ്ടെങ്കിൽ തന്നെ അതെങ്ങനെയാണ് ഒരു മോശം കാര്യമാകുന്നത്? പുള്ളി മോശമാണെന്ന് ഡയറക്ട്ലി പറഞ്ഞു എന്നല്ല, പക്ഷെ ആളെ നോക്കി എല്ലാവരും ഇങ്ങനെ ഒരു ടേമിൽ പറയുമ്പോൾ പുള്ളിക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് പറയുന്നു. ഇനിയിപ്പോൾ അത് അങ്ങനെ ആൾക്കത് അക്നോളജ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത് അങ്ങനെയാണ് എങ്കിൽ പുള്ളി ഇപ്പൊ അവിടെ നിന്നും പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും ഒരു ഇത് തെറപ്പിക്ക് പോലും അല്ലെങ്കിൽ മെഡിസിൻ ഞാൻ എടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഐ തിങ്ക് പുറത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വേറെ രീതിയിലേക്കാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇതിനടുത്ത് കോൺട്രവേഴ്സി ആവുമെന്ന് അറിയത്തില്ല. ബട്ട് വാട്ട്സ് എവർ. അതുപോലെ തന്നെ ഇനി ഇതിലെ ഓരോരോ ക്യാരക്ടേഴ്സിനെ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ മെൻഷൻ ചെയ്യാത്ത ആളുകൾ എനിക്ക് തോന്നുന്നു ഋഷിയും അപ്സരയാണ് അല്ലെ. അപ്സര ഈ പറഞ്ഞ പോലെ ആള് ഭയങ്കര ഫിസിക് വൈസ് നോക്കുവാണെങ്കിൽ ആള് ഭയങ്കര സെറ്റാ. പക്ഷെ ആളുടെ അപ്സ് ആൻഡ് ഡൗൺസ് നമുക്ക് കാണാൻ പറ്റും. മൂഡ് സ്വിങ്സ് നമ്മൾ കൂടുതലും കേട്ടേക്കുന്ന ഒരു ടേമാണ് മൂഡ് സ്വിങ്സ്. അതെ, ഈവൻ അതുപോലെ ഭയങ്കര കൺട്രോൾഡ് ആയിട്ട് നിന്ന് ഗെയിം കളിച്ച ഒരാളാണ് ശരണ്യ. ശരണ്യ അങ്ങനെ അധികം എവിടെയും പൊട്ടിത്തെറിച്ചില്ല. പക്ഷെ എല്ലാ വീക്കെൻഡ് എപ്പിസോഡിലും വന്നിട്ട് ശരണ്യ ശ്രീതും പ്രതികരിക്കുന്നില്ല, ശരണ്യ ശ്രീതും പ്രതികരിക്കണമെന്ന് പറഞ്ഞ് ലാസ്റ്റ് ശരണ്യ ഋഷിയായിട്ട് ഒരു അടി പൊട്ടുന്ന ഒരു സാഹചര്യം. അപ്പൊ പ്രതികരണം എന്ന് പറഞ്ഞാൽ അടിയാണ്. അതുപോലെ എനിക്ക് തോന്നുന്നു കുറച്ച് ആങ്കർ മാനേജ്മെന്റ് ഇഷ്യൂസ് ഉള്ള ആളുകളാണ് കൂടുതലുള്ളത്. എസ്പെഷ്യലി ആദ്യം പൊന്നെ പോയ നമ്മുടെ റോക്കി ആ ഒരു ആങ്കർ അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവിടെയും ഈ പറഞ്ഞ ഒരു ഈഗോ ഹേർട്ടായിട്ട് ഉണ്ടായ ക്ലാഷ് തന്നെയാണ്. അത് ചൈൽഡ് ഈഗോ ഹേർട്ടായിട്ട് കൊണ്ട് എക്സാക്ട്ലി ഉണ്ടായ ഒരു പ്രശ്നമാണ് അത്. ഒരു ആങ്കർ മാനേജ്മെന്റ് ടെക്നിക്ക് നമുക്ക് അറിയാമായിരുന്നെങ്കിൽ അതെ ഈ പറഞ്ഞ പോലെ ആ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യായിരുന്നു. ഇപ്പൊ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് റസ്മിന്റെ നേരെ ആളുകൾ വരുമ്പോഴത്തേക്കും റസ്മിൻ ഇങ്ങനെ മാറി നിന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ലൈക്ക് ആളിങ്ങനെ കൈ ഇങ്ങനെ പിന്നോട്ടാക്കും. മേ ബി ആൾക്ക് ടെൻഡൻസി ഉണ്ടാവുമായിരിക്കാം. പിന്നെ ആള് ചെയ്യുന്ന ഒരു കോപ്പിംഗ് മെക്കാനിക്സ് ആണ് ബാത്റൂമിൽ പോയിട്ട് അലറുക എന്നുള്ളത്. ഒരു കത്താർസിസ് മെത്തേഡാണ് അത്. ആ ഒരു അലർച്ച അവിടെ കഴിയുമ്പോഴത്തേക്കും അവർ പിന്നെ തിരിച്ചു വരുന്നത് നോർമൽ ആയിട്ടാണ്. അപ്പൊ ആ ഒരു ടൈമിലൊക്കെ ആളുകളെ അങ്ങ് വിട്ടാൽ മതി. കരയണോ കരഞ്ഞോ,
ഒച്ചെടുക്കണോ ഒച്ചെടുത്തോ, പക്ഷെ ആ ഒരു സ്പേസ് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ തിരിച്ച് നോർമലായിട്ട് വരും. പിന്നെ ഭയങ്കര ആങ്കർ മാനേജ്മെന്റ് ഇഷ്യൂ ഉള്ളതും എന്നാൽ അത്രമേൽ നിഷ്കളങ്കനായിട്ടുള്ള ഒരാളാണ് ഋഷി. ഋഷീനെ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഈ കഴിഞ്ഞ ദിവസം എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻഷ്യൽ ആവുന്ന ആരാന്ന് ചോദിച്ചപ്പോൾ ഋഷിന്ന് ശ്രീതു എന്തോ പറഞ്ഞു, വിച്ച് ഇസ് വെരി ട്രൂ. അത് പക്ഷെ പുള്ളി അക്സെപ്റ്റ് ചെയ്യില്ല, കാരണം പുള്ളിയുടെ വിചാരം പുള്ളി വേറെ എന്തോ ആണെന്നാണ്. പക്ഷെ ആക്ച്വലി ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആണ് ആള്. ഒരാൾ ഒരു 10 മിനിറ്റ് ഒന്ന് പുള്ളിയുടെ അടുത്തൊരു കാര്യമൊക്കെ പറഞ്ഞു, മോനെ ഇത് ഇങ്ങനെയാണ് ഇത് ഇന്നാണൊക്കെയാണെന്നൊക്കെ പറഞ്ഞാൽ ആളതിലൊക്കെ ആളതിൽ വിശ്വസിക്കും. പിന്നെ അവർക്ക് വേണ്ടിയിട്ടാണ് ആളുടെ ഗെയിം. പുള്ളിനെ നേരിട്ട് വരുന്ന സാധനങ്ങളൊന്നും അല്ല, എല്ലായിടത്തും കൂടെ പോണ സാധനങ്ങളൊക്കെ ഏണി വെച്ച് പിടിക്കുക എന്നുള്ളതാണ്. അതിന്റെ ആൾക്ക് ആങ്കർ മാനേജ്മെന്റ് ഭയങ്കര പ്രശ്നമാണ്. മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമോ ഈസി ആയിട്ട്? അതെ അതെ, ആളും ഈ പറയുന്ന പോലെ പെട്ടെന്ന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെയൊന്നും വരത്തില്ല, പക്ഷെ വന്നു കഴിഞ്ഞാൽ മറ്റേ ലെവലാണ്. പിന്നെ ഇപ്പൊ നിൽക്കുന്ന ആള് അഭിഷേക്. അഭിഷേക് ഭയങ്കര ക്രൂക്കഡ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഭയങ്കര ടാക്ടിക്സും ലൈക്ക് ആൾക്ക് ആളുടെ ബൗണ്ടറീസ് അറിയാം, ആൾക്ക് ആളുടെ ലിമിറ്റ്സ് അറിയാം, കൺട്രോൾ ഉള്ള ഒരു വ്യക്തിയാണ്. അതെ അതെ, പുള്ളി അങ്ങനെ ചുമ്മാ അനാവശ്യമായിട്ട് പ്രൊവോക്ഡ് ആകുന്നില്ല. പുള്ളിയുടെ പാരന്റ്സ് ആയിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ ഒരു ക്വാറൽ എന്നുള്ള സെറ്റപ്പിലേക്ക് വന്നതായിട്ട് ഒരു പ്രാവശ്യം ഉണ്ടായി. മറ്റേ ജാസ്മിനായിട്ട് എന്തോ ഒരു ഇഷ്യൂ. ആരും അടി ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയാൻ പറ്റാത്ത ഒരാൾ ജാസ്മിനായിട്ടാണ്. എല്ലാവരും ജാസ്മിനായിട്ട് അടി ഉണ്ടാക്കുന്നുണ്ട്. ഇന്നലത്തെ എപ്പിസോഡിലാന്ന് തോന്നുന്നു എന്താ മറ്റേ വള്ളി എന്നുള്ളതിൽ ജാസ്മിൻ സ്വയം എണീറ്റ് എന്നിട്ട് എന്നെ തന്നെ പറയാം എന്ന് പറയുന്നു എന്ന് പറയുമ്പോൾ അത് കറക്റ്റാ. വഴി കൂടെ പോകുന്ന എല്ലാ വള്ളി പിടിച്ചു തുടങ്ങിയത് ഗബ്രിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഈ പറയുന്നത് പോലെ സ്വന്തമായിട്ട് അല്ലെ ഗബ്രി തിരിച്ചും പിടിച്ചു തുടങ്ങിയെങ്കിലും പിന്നീട് ഈ പറയുന്ന പോലെ സ്വന്തമായിട്ട് വള്ളികൾ പിടിക്കാനായിട്ട് തുടങ്ങി. പക്ഷേ സമ്മതിച്ചേ പറ്റുള്ളൂ അല്ലേ? കാരണം അത്രയും മൂച്ചിങ്സ് പലതവണ ആള് വന്ന് ആള് പലതവണ ഡൗൺ ആയി പോയിട്ടും ആളുടെ ഒരു മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ ഒരു വിൽ പവർ കൊണ്ട് മാത്രമാണ് ആൾ ഇത്രയും നിന്നുകൊണ്ട്. ആളുടെ ഏജ് മാറ്റേഴ്സ് ആണ്. ഈ പറഞ്ഞതുപോലെ ഇത്രയും എല്ലാവരും പുള്ളിക്കാരുടെ നേരെ തിരിയുമ്പോൾ ഇത്രയും നിക്കാന്ന് പറഞ്ഞത്. അതെ, ബാക്കിയുള്ള 20 കണ്ടസ്റ്റൻസും അവർക്കെതിരെ ആയിരുന്നെങ്കിലും ഷീ മാനേജ് ടു സർവൈവ്. പലരും ഇപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഗബ്രി പോയാലെങ്കിലും പുള്ളിക്കാരുടെ ഗെയിം ഒന്ന് പുറത്തേക്ക് വരട്ടെ എന്നുള്ളത്. അപ്പോഴെല്ലാവരും തിരിഞ്ഞു, എന്നിട്ടും ലൈക് ഷീ മാനേജ് ടു സർവൈവ്. അർജുൻ മറ്റെന്ന് പറയുമ്പോ പറഞ്ഞ ഡേ 2 ഞാൻ ചായ ഉണ്ടാക്കി കൊടുത്തു, ഡേ 4 ഞാൻ മറ്റേ മുട്ട പുഴുങ്ങിയപ്പോ അതിന്റെ മഞ്ഞ അത് ആളുടെ ഒരു ക്വാളിറ്റി ആണ്. ഐ മീൻ ക്വാളിറ്റി അല്ല, ആളുടെ ഒരു നേച്ചറാണത്. പഴയ കാര്യങ്ങൾ എടുത്തിട്ട് വീണ്ടും ഇങ്ങനെ പൈലപ്പ് ചെയ്ത് എനിക്ക് തോന്നുന്നു ആൾക്ക് കൃത്യമായിട്ട് ഇത് വെന്റ് ഔട്ട് ചെയ്യാൻ ഒരു സ്പേസ് കിട്ടാത്തത് കൊണ്ടാണ്. മേ ബി റസ്മിൻ കുറച്ച് കേട്ടിട്ടുണ്ടായിരിക്കാം, അതോടുകൂടി അതുവരെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. പക്ഷെ റസ്മിൻ പോയതിനു ശേഷമുള്ള കാര്യങ്ങൾ വീണ്ടും ആളിങ്ങനെ എടുത്തു വെച്ച് പറയുന്നത് തോന്നിയിട്ടുണ്ട്. അഗൈൻ കമ്മിങ് ബാക്ക് ടു ജാസ്മിൻ, പുള്ളിക്കാരുടെ ആ ഒരു വിൽ പവർ എന്ന് പറയുന്നത് സമ്മതിച്ചു കൊടുക്കാൻ വേറെ നിവർത്തിയില്ല. ടോപ്പ് 5 വരാൻ വളരെയധികം അർഹതയുള്ള ഒരാൾ തന്നെയാണ്. നമ്മൾ ജാസ്മിന് വേണ്ടിയിട്ടുള്ള PR വർക്കൊന്നും അല്ല കേട്ടോ. പക്ഷെ ജെനുവിൻ ലൈക്ക് മെന്റൽ വൈസ് നോക്കുമ്പോൾ ആള് അഫ്കോഴ്സ് എത്തേണ്ടതാണ്. അതെ, ഇക്കൊല്ലം നമ്മുടെ ബിഗ് ബോസ് തന്നെ കുറെ മാറിപ്പോയി. പുള്ളി ഇപ്പൊ ഭയങ്കര ലീനിയന്റ് ആണ്. മറ്റേ നോറയായിട്ട് അർജുനെ വിളിച്ചിരുത്തിയിട്ടൊക്കെ പുള്ളി തന്നെ ആളാകാൻ മാറിപ്പോയ ഒരു സംഭവമായിരുന്നു. പക്ഷെ ആ ഒരു ടാസ്ക് അല്ലെങ്കിൽ ആ ഒരു ഗെയിം ഭയങ്കര രസമായിരുന്നു. നല്ല രീതിക്ക് അത് ഹാൻഡിൽ ചെയ്ത് അർജുന്റെ പൊട്ടൻഷ്യൽ മുന്നോട്ട് കൊണ്ടുവരാൻ മറ്റേ ജിന്റെ ചേട്ടാ വരുമ്പോ അർജുൻ വേറെ ലെവൽ. അതെ അതെ, അത് ശ്രീരേഖ അങ്ങനെയായിരുന്നു. ശ്രീരേഖയുടെ ആക്ടിങ് അടിപൊളിയായിരുന്നു. അതെ, പിന്നെ എനിക്ക് തോന്നുന്നു സായ്, സിജോ, നന്ദന. ഈ സായിക്കും ഐ മീൻ ലൈക് സിജോയ്ക്ക് ഓൾറെഡി 2 അനിയത്തിമാരുണ്ട്. അതിലൊരു 3ാമത്തെ അനിയത്തിയായിട്ട് നന്ദനെ കൂട്ടിയിട്ടുണ്ടായിരിക്കാം. സായിക്ക് സിബ്ലിങ്സ് ഉണ്ടോ അറിയത്തില്ല. ലൈക് സായിയുടെ വൈഫ് തന്നെ പുറത്തിരുന്നിട്ട് ക്രിഞ്ച് കോംബോ, ശശി കോംബോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് അവരുടെ ഒരു സർവൈവൽ മെക്കാനിസം ആയിരുന്നു അല്ലെ? അതെ, അപ്പൊ ഈവൻ നന്ദനയാണെങ്കിലും എന്താ പറയാ അത് കുറെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ കുറച്ചൊക്കെ അതിന്റെ ഒരു അഡ്വാൻറ്റേജും എടുത്തിട്ടുള്ള പോലെ ലാസ്റ്റ് ഗെയിംസിലൊക്കെ ആസ് എ വ്യൂവർ നമുക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. നന്ദനയും അവിടെ അത്യാവശ്യം ലൈക്ക് പെട്ടെന്ന് വന്ന ഒരാളാണ്. എല്ലാവരും കുച്ചൂട്ടി എന്ന് പറഞ്ഞ് ആളുടെ സ്റ്റാൻഡിനൊക്കെ വേണ്ടി വാദിക്കാനും അങ്ങനെയൊക്കെ നിന്ന ഒരാളായിരുന്നു. പിന്നെ ഷാറ്റേർഡായി പോയ ഒരാള് ജിൻഡോ. പുള്ളിനെ സമ്മതിക്കാതെ വയ്യാട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് തുടക്കം തൊട്ട് ജിൻഡോനെ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ആസ് എ വ്യൂവർ, എന്റെ പേഴ്സണൽ കോൺസെപ്റ്റിൽ മാത്രം. പക്ഷെ പിന്നെ ആളുടെ ഒരു എവല്യൂഷൻ നല്ല രീതിക്ക് പറഞ്ഞ പോലെ ഗ്രാഫിൽ നമുക്ക് നല്ല വ്യത്യാസം കാണാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ് ജിൻഡോ. അതെ, അപ്പൊ ആള് തുടക്കത്തിൽ പറഞ്ഞ ഗെയിം മനസ്സിലായില്ല എന്ന് പറഞ്ഞു. പിന്നെ ആള് ഗെയിം ഏതോ രീതിയിൽ കൊണ്ടുപോയി. പിന്നെ ഒരു ഗെയിം എന്താ പറയാ ചേഞ്ചർ എന്നൊക്കെ പറയുന്ന ഒരു സാധനം പുള്ളിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ പക്ഷെ പുള്ളിയുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ ആരവിടുന്ന് പോയാലും പുള്ളിക്ക് വിഷമ. അത് പുള്ളിക്ക് ശത്രുതയാണോ മിത്രമാണോ അതൊന്നും അവിടെ മാറ്റർ ഇല്ല. ആരവിടുന്ന് പോയാലും പുള്ളിക്ക് വിഷമമായിരുന്നു.
ഇപ്പൊ പുള്ളി നിൽക്കുന്ന ഒരു ഫേസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ വലിയ അടിയുമ്പോഴൊന്നും വേണ്ട, ഏതിലൊക്കെ പോയേക്കാം. ഇയാളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാണോന്നും അറിയില്ല കേട്ടോ. ബിഗ് ബോസിലെ മറ്റൊരു പ്രധാന സംഭവമാണ് ഫിസിക്കൽ ഹെൽത്ത്. നമ്മൾ പലരും അതിനെപ്പറ്റി അറിയുന്നില്ല എന്ന് തോന്നുന്നു. ഇപ്പൊ സായി പുറത്തിറങ്ങിയപ്പോഴാണ് അതിന്റെ ഉള്ളിൽ ഒരു ഫിസിക്കൽ ഹെൽത്തിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ അറിഞ്ഞത്. അതൊന്നും ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊന്നും അല്ല. ഈവൻ അർജുൻ എന്തോരം ഫിസിക്കൽ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ പുള്ളി അതിനെ കവർ ചെയ്യാൻ പുള്ളിയുടെ ഒപ്പനൊപ്പയും ഒക്കെ പുള്ളിനെ ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ്. അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഉള്ള ആളുകൾ, മേ ബി ജിൻഡോ ഓൾസോ ലൈക്ക് കുറെ അത്രയും ഫിസിക്കൽ ട്രെയിനർ ഒക്കെ ആയിരുന്നതുകൊണ്ട് അതൊക്കെ അവരെ വല്ലാണ്ട് ഹെൽപ്പ് ചെയ്യുന്നെന്ന് തോന്നുന്നു. സോ ദിസ് ഇസ് വെയർ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും എത്രത്തോളം കണക്റ്റഡ് ആണ് എന്നുള്ളത്. പ്രശ്നങ്ങൾ വരും, സംഭവങ്ങൾ വരും, താഴേക്ക് പോകും, പക്ഷെ ഒരു റെസിലിയൻസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് ഡെഫിനറ്റ്ലി നമ്മൾ നമ്മുടെ ഹെൽത്തിനെ എത്രത്തോളം ടേക്ക് കെയർ ചെയ്യുന്നു അത്രത്തോളം മാത്രമാണ് നമുക്ക് അതിന് ഒരു കപ്പാസിറ്റി കൂട്ടാനായിട്ട് സാധിക്കുള്ളൂ. അത് സാധിക്കുന്നത് കൊണ്ടാണ് മേ ബി ഈ പറയുന്ന അവിടുത്തെ മെയിൽ കണ്ടസ്റ്റൻസിന് ഇപ്പൊ ഫൈനലിലേക്ക് വന്ന മെയിൽ കണ്ടസ്റ്റൻസ് സിജോ ഉൾപ്പെടെ, സിജോ അത്രയും റെസിലിയന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതിലും വലിയൊരു എക്സാമ്പിൾ നമുക്ക് വേറെ ഇല്ല. ഈവൻ ഋഷി ആയിക്കോട്ടെ, അൻസിബയൊക്കെ പോയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഋഷി തീർന്ന് ഷാറ്റേർഡ് ആയി. ആൾക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു സപ്പോർട്ട്. റോക്കി പോയപ്പം പിന്നെ അൻസിബ ആയിരുന്നു. ഇപ്പൊ അൻസിബ പോയപ്പോ ഇപ്പൊ ഒരാൾ വേണം, ഒരു ഇത് വേണമെന്നുണ്ടെങ്കിലും പുള്ളി തിരിച്ചു വരുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അതെ, ഇപ്പം അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ അർജുൻ, ജിൻഡോ ഇവരൊക്കെ അതിന്ന് തിരിച്ചു വരാൻ പറ്റുന്നത്. അഗെയിൻ ഈ പറഞ്ഞ പോലെ ഇപ്പം ജാസ്മിൻ ആണെങ്കിലും ശ്രീതു ആണെങ്കിലും ഒക്കെ ഇവരൊക്കെ ആരൊക്കെ ഇതിലൊക്കെ എത്താൻ അർഹതയുണ്ട് എന്നുള്ളത് സെക്കൻഡറി. ബട്ട് സ്റ്റിൽ ഇപ്പൊ ഉള്ള ആളുകൾ എല്ലാവരും അവരുടെ ആ ഒരു റെസിലിയന്റ് കപ്പാസിറ്റിയും കൊണ്ട് മാത്രമാണ് അവിടെ നിലനിന്ന് പോകുന്നത്. ഷോക്കിംഗ് ആയ ഒരു എവിക്ഷൻ എനിക്ക് രണ്ടുപേരായിരുന്നു, അപ്സരയും സിജോയും. അത് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള എവിക്ഷൻ ആയിരുന്നു. അവർ രണ്ടുപേരും പോകുന്നു തീരെ പ്രതീക്ഷ സാധനമല്ല. ബിക്കോസ് നമ്മൾ ഈ വ്യൂവേഴ്സ് എന്നുള്ള രീതിയിൽ അവരുടെ ഗെയിംസിൽ അവർ ചെയ്യുന്നുണ്ട്, അവിടെ വേണ്ട കാര്യങ്ങളിൽ അവർ ഇടപെടുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നു കുറേയും കൂടെ ഒരു പേഴ്സണൽ എന്തൊക്കെയോ സാധനങ്ങളിലേക്ക് അവർ മാറിപ്പോയത് കൊണ്ടായിരിക്കാം മേ ബി എന്ന് തോന്നുന്നു. സോ എനിവേസ് ഇവരൊക്കെ ഇനി പുറത്തിറങ്ങി കഴിഞ്ഞാലും ഇവർക്കൊരു വേൾഡ് ഉണ്ട്. അവിടെ തുടക്കം തുടങ്ങിയ എനിക്ക് ഓർമ്മയുള്ളൊരു സംഭവം കേട്ടോ, അൻസിബ ഇരുന്നിട്ട് പറയായിരുന്നു എനിക്ക് ജാസ്മിൻ ഒന്നുമായിട്ട് പുറത്തിറങ്ങിയാലും യാതൊരു കണക്ഷനും വെക്കാൻ താല്പര്യമില്ല. അങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാ ഇത്ര ഹേറ്റ്രഡ്? അത് കഴിഞ്ഞിപ്പോ അൻസിബ ഒരു റീസെന്റ് ആയിട്ട് ഒരു ഇതിൽ പറയുന്ന ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ടായിരുന്നു, ഇപ്പൊ ജാസ്മിൻ പുറത്തിറങ്ങി ജാസ്മിൻ എന്തെങ്കിലും ഈ ഇഷ്യൂസ് ഫേസ് ചെയ്യുകയാണെങ്കിൽ അഫ്കോഴ്സ് ഐ വിൽ ബി ദേർ എന്നുള്ളൊരു സാധനം അൻസിബ പറയുന്നുണ്ടായിരുന്നു. പുറത്തിറങ്ങുമ്പോൾ ഒരു മനുഷ്യത്വം ഉണ്ട്, പക്ഷെ ആ ഒരു നേരത്തെ പറഞ്ഞാൽ തന്നെ ആ ഒരു ഹൗസിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ എല്ലാവരും അവിടെ ഗെയിമർ മാത്രം. അതെ അതെ, ഇപ്പൊ സിബിൻ പോലും എന്തൊക്കെ പറഞ്ഞാലും ലാസ്റ്റ് ഗബ്രിയുടെ ചേച്ചിയുടെ കൊച്ചിന്റെ മാമോദീസ ഇവരൊക്കെ ഉണ്ടായിരുന്നു. സിബിൻ ഉണ്ടായിരുന്നു, പൂജ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു, ഹോൾ ടീം ഉണ്ടായിരുന്നു, റസ്മിനും എല്ലാവരും ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ലൈഫ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസം കേൾക്കാൻ പോകുന്നത് ജാസ്മിൻ ആയിരിക്കും. ആൻഡ് പുള്ളിക്കാരി അവിടെ നിന്ന് അതിന് പ്രിപ്പയർഡ് ആണെന്നാ തോന്നുന്നത്. കഴിഞ്ഞ ദിവസം മിറർ ടാസ്കിൽ പറയുന്നുണ്ടായിരുന്നു പുറത്തെ വേൾഡ് എന്താണെങ്കിലും തളർന്നു പോകരുത്, ഭ്രാന്ത് പിടിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അല്ലെ. അതൊക്കെ ആൾക്ക് സാധ്യമാകട്ടെ. ബിക്കോസ് ബാക്കി എല്ലാവരും അവിടെ വരവേൽക്കാൻ ഭയങ്കര ഘോര ആഘോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുള്ളിക്കാരിക്ക് അത്രയും ക്രിറ്റിസിസംസ് ആണ് ചുറ്റുമുള്ളത്. സോ ലൈക്ക് അഗെയിൻ ഏതോ ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ ഏജ് ഒക്കെ ഒരു പ്രശ്നമാണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ആൾക്ക് ഏജിനേലും അപ്പുറം കുറച്ച് റെസ്പോൺസിബിലിറ്റീസും പക്വതയൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാണ്ട് അത്രയൊക്കെ തന്നെ ജീവിതം ലൈക്ക് എന്താ പറയാ വേൾഡ് കണ്ട ഒരു അനുഭവം അത്രയൊക്കെ ഉള്ളൂ ആ കുട്ടിക്ക്. അപ്പോൾ അത് മനസ്സിലാക്കിയ ആളുകൾ നിൽക്കട്ടെ എന്നുള്ളതാണ്. ഈ പറയുന്ന കമന്റ്സും അല്ലെങ്കിൽ ബാക്കിയുള്ളവർ കാണുന്നതൊന്നും അല്ല അതിൻ്റെ ഉള്ളിലെ ലൈഫ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളും പോയിട്ടല്ല, ബട്ട് നമ്മൾ ഡെയിലി ഇത്രയും കേസസ് കാണുന്നതാണ്. അതിൽ നിന്ന് തന്നെ നമുക്കറിയാം വീട്ടിലെ അറ്റ്മോസ്ഫിയർ ഓരോരുത്തർക്കും ഉണ്ടാക്കുന്ന ഒരു ട്രോമ എന്താണ്, അതിൽ നിന്നും ആളുകൾ കരകയറി വരാൻ എന്തോരം പാടുപെടുന്നു എന്നുള്ളത്. അത് സ്വന്തം വീട്ടുകാരുടെ അടുത്തുനിന്നുണ്ടായ സംഭവം. ഇത് ഒരു പരിചയം ഇല്ലാത്ത വല്ലോടത്തുനിന്ന് വന്ന ആളുകളൊക്കെ തന്ന ട്രോമകളാണ്. രണ്ടോ ആൾക്കാർ കുഴപ്പമില്ല, ഇതിപ്പോ പുറത്തിറങ്ങുമ്പോ ഓഫ്കോഴ്സ് അതെ നമ്പർ കൂടുകയാണ് ചെയ്യുന്നത്. എക്സാക്ട്ലി. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റേ ചൈൽഡ് ആർട്ടിസ്റ്റിന്റെ വീഡിയോ ചെയ്തതുപോലെ തന്നെ ഇതൊക്കെ ഈ സൈബർ ബുള്ളിങ് എന്നൊക്കെ പറയുന്നത് അവരെയൊക്കെ ബാധിക്കാൻ പോകുന്നത് പല രീതികളിലായിരിക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ അഖിൽമാരാർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ പണ്ട് ഇവര് സെലിബ്രിറ്റീസിനായിരുന്നു ഇതിന്റെ ഒരു പോപ്പുലാരിറ്റി കൂട്ടാൻ വേണ്ടി ഉണ്ടാക്കുക. പിന്നെ ഇപ്പം ഇൻഫ്ലുവൻസേഴ്സിനെ വരുത്താൻ കാരണം ഇവർക്ക് ഡെയിലി യൂട്യൂബിലൊക്കെ തെരുവിലേക്കൊക്കെ ആയിട്ട് ശീലമുള്ളത് കാരണം ഇതൊന്നും പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതായിരുന്നു. അവർ മനസ്സിൽ തന്നെയാ. അപ്പൊ അതും ഇറ്റ് ഓൾസോ മാറ്റേഴ്സ്. ലൈക്ക് എവറിത്തിങ് എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ മാറ്റർ ചെയ്യുന്നത് തന്നെയാണ്. അതിപ്പോ ഇവരിൽ ആരായാലും ശരി, നമ്മൾ ആരാണെങ്കിലും ശരി, വേറെ ഒരു സ്ക്രീനിന്റെ അപ്പുറത്തിരുന്ന് പറയുന്ന ഒരു ലോകമല്ല ഓരോ വ്യക്തിയും കടന്നു പോകുന്നത്. ബിഗ് ബോസ് ഹൗസിനുള്ളിലാണെങ്കിലും ഓരോരുത്തരുടെ ഹൗസിനുള്ളിലാണെങ്കിലും. സോ അത് മനസ്സിലാക്കി
ആ ഒരു രീതിയിൽ എല്ലാവരോടും നിൽക്കാൻ പറ്റണം എന്നുള്ളത് തന്നെയാണ്. സോ ഡെഫിനറ്റ്ലി നമ്മളിന്ന് സംസാരിക്കാൻ ഉദ്ദേശിച്ചത് ഇവരുടെ ഒരു റെസിലിയൻസിനെ പറ്റിയിട്ടും എങ്ങനെയാണ് ഈ പറയുന്ന ഒരു ട്രാൻസാക്ഷൻസ് അവിടെ നടക്കുന്നത് എന്നുള്ളതും ഓരോരുത്തരുടെ മെന്റൽ ഹെൽത്ത് അവിടെ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതും ഐ തിങ്ക് ലൈക്ക് റെഗുലർ ആയിട്ട് അവർക്ക് മേ ബി വൺസ് ഇൻ എ വീക്കെങ്കിലും ഇങ്ങനെ ഒരു വെന്റ് ഔട്ട് ഓപ്ഷൻ ഒക്കെ അടുത്ത സീസൺ തൊട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. കുറച്ചും കൂടി നല്ല പെർഫോമൻസ് നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റും. എക്സാക്ട്ലി. അപ്പൊ ഇതിങ്ങനെ കുറെ പൈലപ്പ് ചെയ്തിരിക്കുന്നു, കുറെ കാര്യങ്ങൾ എവിടെയും പറയാൻ പറ്റാണ്ടിരിക്കുന്നു, ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും അവരുടെ പെർഫോമൻസിനെല്ലാം അത് താഴേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്യും. പെർഫോമൻസിനെ താഴേക്ക് കൊണ്ടുവരിക എന്നതിലുപരി അവർ ആസ് ആൻ ഇൻഡിവിജ്വൽ അവർക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകും. സോ അതൊന്നുമില്ലാതെ എല്ലാവർക്കും ആ ഒരു റെസിലിയൻസ് പവറൊക്കെ തിരിച്ചു കിട്ടട്ടെ. നിങ്ങളും റെസിലിയൻ്റ് ആയിട്ടിരിക്കൂ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒരു ബിഗ് ബോസ് അവലോകനം. പ്രത്യേകിച്ച് അങ്ങനെ ഇനിയൊരു പാറ്റേണിൽ പോകണമെന്ന് വിചാരിച്ചിട്ടല്ല, ജസ്റ്റ് ഒരു റാൻഡം ചാറ്റ് ഞങ്ങൾ എല്ലാ ദിവസവും ഇവിടെ ചെയ്യുന്നതാണ്. ഇന്നത് ക്യാമറയ്ക്ക് മുന്നിലാക്കാമെന്ന് വിചാരിച്ചത് മാത്രം. അപ്പോൾ എനിവേസ് താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക, അതെ, ബെല്ലൈക്കൺ ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.